ഇന്നത്തെ ഈ ദിവ്യബലി ബാബു മാത്യുവിന്റെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഗുരുകുൽ പബ്ലിക് സ്കൂൾ റേപ്പൂർ ഈ സ്കൂളിന്റെ ഉന്നമനത്തിനായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ സ്നേഹബഹുമാനപ്പെട്ട സതീഷ് നിബിനച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ലോകമാതാവിന്റെ പാതകാല തിരുനാൾ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആദ്യമായി തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഓരോ തിരുനാളുകളും അനുഗ്രഹത്തിന്റെ ദിനങ്ങളായിട്ട് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. വെറുതെ ഒരാഘോഷമായി മാറാതെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായിട്ട് മാറ്റുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ സമർപ്പണത്തിന്റെ തിരുനാൾ, യേശുവിനെ സമർപ്പണത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധയമ്മയും വിശുദ്ധ ഔസേപിതാവും നിയമങ്ങളെ കൃത്യതയോട് കാത്തു പരിപാലിച്ചവരാണ്. പെൺകുട്ടിയാണെങ്കിൽ 80 ദിവസവും 90 ദിവസവും കഴിഞ്ഞുകൊണ്ട് ദേവാലയത്തിൽ കൊണ്ടുവരണം, ശുദ്ധീകരണം നടത്തണം എന്ന് പറയുമ്പോൾ നിയമം പാലിക്കുവാനായിട്ട് കൃത്യതയോട് ശ്രമിച്ചു. നമുക്കറിയാം, വീട്ടിൽ ഔസേപിതാവ് പൂർണ്ണ ഗർഭിണിയായ മറിയത്തിനെയും കൂട്ടിക്കൊണ്ട് പേര് ചേർക്കുവാനായിട്ട് പുറപ്പെടുന്നത് നമുക്കറിയാം. നിയമങ്ങളെ കൃത്യതയോടുകൂടി പാലിക്കണം. അതാണ് സമർപ്പണത്തിന്റെ ഒന്നാമത്തെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീട്ടിൽ കുറെ നിയമങ്ങളുണ്ട്, ദേവാലയങ്ങളിലെ നിയമങ്ങളുണ്ട്, രാഷ്ട്രത്തിലെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെ കാത്തു പരിപാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഈ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീണ്ടും ഒരു ചിന്ത ഈ തിരുനാളിൽ നമുക്ക് തരുന്നത് കാത്തിരിക്കണമെന്നുള്ളതാണ്. കാത്തിരിപ്പിന് വേണ്ടിയുള്ള ക്ഷമയുള്ള സുവിശേഷത്തിൽ കാര്യങ്ങൾ ഈ രണ്ട് വ്യക്തികളും യേശുവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ചിലർ പറയുന്നു ശിമയോന് 113 വയസ്സുണ്ടായിരുന്നു, ചിലർ പറയുന്നു 123 വയസ്സുണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നു, 113 എന്ന് പറയുന്നത് കണ്ണിന് കാഴ്ചയില്ല. ഒത്തിരി പേരെ ദേവാലയത്തിൽ എല്ലാ ദിവസവും സമർപ്പിക്കുന്നവരാണ്. എന്നിട്ട് വേണ്ടിയും ഈ 113 കൊല്ലവും യേശുവിന്റെ വരവിന് വേണ്ടിയിട്ട് കാത്തിരുന്നു എന്നല്ല. ഈ ഹന്നാ പ്രവാചകയ്ക്ക് 87 വയസ്സുണ്ടായി, 84 വയസ്സുണ്ടായിരുന്നു. ഈ 84 വയസ്സുള്ള ഹന്നയും യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. നമ്മൾ കാത്തിരിക്കുന്നത് പലപ്പോഴും നമ്മൾക്ക് കാത്തിരിക്കാൻ സമയമില്ല, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. മാതാപിതാക്കൾ പറയും, കുട്ടികളോട് പറയും 18 വയസ്സാകുമ്പോൾ എനിക്ക് ലൈസൻസ് എടുത്തതാണ്, അതിനൊക്കെ വണ്ടി എടുക്കും. പിന്നെ അപ്പൊ കാത്തിരിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. ഈ രണ്ട് പ്രവാചകന്മാർ നമ്മളോട് പറയുന്നത് കാത്തിരിക്കണമെന്നാണ്. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ദൈവം 100 ദിവസങ്ങളാണോ 1000 ദിവസങ്ങളാണോ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ദിവസമെന്ന് നമുക്കറിയില്ല. അറിയുമോ? അറിയില്ല. 1000 ദിവസങ്ങളായിരിക്കും ദൈവത്തിന്റെ മുമ്പിൽ ഒരു ദിവസം. നമ്മളാണ് 24 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ ആ സമയമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സമയം പൂർത്തീകരിക്കുവാനായിട്ട് നമ്മൾ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. ഈ രണ്ട് സന്ദേശങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാം. നിയമങ്ങളെ കാത്തു പരിപാലിച്ചുകൊണ്ട് യേശുവിന്റെ വരവിന് വേണ്ടിയിട്ട്, യേശുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന്റെ സമയം പൂർത്തിയാകുമ്പോൾ ദൈവം കടന്നു വരും, നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ ബലി പരിശുദ്ധിയോടെ അർപ്പിക്കുവാനായിട്ട്
നമ്മളെ തന്നെ ഒരുക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പേരിൽ തിരുതരെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. അങ്ങനെ ദൈവമാതാവിന്റെ അമലോത്ഭവമാതാവിന്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ ഈ മാതാവിന്റെ മധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കരയേറുമാറാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന കർത്താവും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ എന്താണ്? കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തന്റെ ആലയത്തിലേക്ക് വരും. നേർക്കു പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്നാൽ അവിടുത്തെ വരവിന്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാലം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവരെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. അപ്പോൾ യൂദയുടെയും ജെറുസലേമിന്റെയും ബലി പഴയ കാലത്ത് എന്ന പോലെ കർത്താവിൽ പ്രീതികരമാകും. കർത്താവിന്റെ വചനം.
എബ്രായരുടെ ലേഖനത്തിലൂടെ മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാകുന്നതുപോലെ യേശുവും അവയിൽ ഭാഗഭാക്കായി. അത് മനത്തിന്മേൽ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടൽ പുത്രന്മാരെ ഈ കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവുകുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശിമെയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള ദൃഷ്ടാന്തങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമെയോൻ ശിശുവിനെ കൈയിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ഇതെന്നാൽ സകല ജനങ്ങൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിചാരികൾക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. അവനെ കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവന്റെ പിതാവും മാതാവ് അത്ഭുതപ്പെട്ടു. ശിമോൻ അവനെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളുക്കുന്നു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുറച്ചു തരികയും ചെയ്യും. പനുവേലിന്റെ പുത്രിയും ആശോർ വംശിയുമായ അനേക പ്രവാചിനിയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊപ്പം ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേം രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു.
കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിർവഹിച്ച ശേഷം അവർ നഗരമായ ഗലീലയിലേക്ക് നസറത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു ജ്ഞാനം നിറശക്തനായി. ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ സുവിശേഷം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപിതാവേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെ, രൂപതാധ്യക്ഷനെയും സഭാകാരനെയും ഏറെ പ്രത്യേകമായി ഞങ്ങളുടെ ഇടവകയെ സേവനമനുഷ്ഠിക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൽ അവർ നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. അങ്ങയുടെ അജഗണത്തെ വിശ്വാസവർഗയെ നയിക്കുവാൻ വേണ്ട ആത്മീയ വഴികളാൽ അവരെ നിറയണമെന്ന് പരിശുദ്ധ ലൂർക്കുമാതാവി കർത്താവെ അങ്ങ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സമർപ്പണത്തിൽ ആഘോഷിക്കുന്ന വേളയിൽ ലോകമെമ്പാടുമുള്ള എല്ലാ സമത്വത്തെയും അനുഗ്രഹിക്കണമെന്നും ലോകമെന്നും അങ്ങയുടെ സുരക്ഷ അറിയിക്കാൻ വേണ്ട സംരക്ഷണവും അനുഗ്രഹവും നൽകണമെന്നും പരിശുദ്ധ രൂപമാതാവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനപ്രവർത്തകരായ ദൈവമേ, പലവിധ പ്രശ്നങ്ങൾ സമാധാനം കഴിയുന്ന എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ അനുഗ്രഹം അയച്ച് സമാധാനം സ്ഥാപിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അങ്ങേ സമാധാനത്തിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കരുണ അങ്ങേ പ്രിയപ്പെട്ട അവരുടെ ഭാഗങ്ങളെല്ലാം കഴിക്കണമേ. അങ്ങേ വാഗ്ദാനം ചെയ്ത് സ്വർഗ്ഗരാജ്യത്തിലേക്ക് അവരെ പ്രവേശിക്കുവാനും മരണസമയത്ത് സമ്മാനം നൽകി അനുഗ്രഹിക്കുവാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പിതാവേ, സർവശക്തന്റെ നിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതമല്ലായവും യോഗ്യമല്ല രക്ഷാകരവുമാണല്ലോ. എന്നാൽ അങ്ങയുടെ